CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ മൃതദേഹം ഇന്ന് ദില്ലി AKG സെന്ററിൽ പൊതുദർശനത്തിന് വയ്ക്കും. വസന്ത് കുഞ്ചിലെ യെച്ചൂരിയുടെ വസതിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം 11 മണിയോടെയാകും AKG ഭവനിൽ എത്തിക്കുക. രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്തിമോപചാരം അർപ്പിച്ചേക്കും. വൈകിട്ട് 3 മണിവരെയാണ് AKG ഭവനിൽ പൊതുദർശനം. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള കേരള നേതാക്കൾ ദില്ലിയിൽ തുടരുകയാണ്. 3 മണിക്ക് വിലാപയാത്രയായി മൃതദേഹം ദില്ലി എയിംസ് ആശുപത്രിയിൽ എത്തിക്കും. പിന്നാലെ മൃതദേഹം എയിംസ് അനാട്ടമി വിഭാഗത്തിന് കൈമാറും. വിവരങ്ങളുമായി നോബിൾ മാരിക്കാരൻ ചേരുന്നു. നോബിൾ, പ്രിയ സഖാവിന് അവസാന യാത്ര നൽകാൻ ഒരുങ്ങുകയാണ് രാജ്യം. മാത്രമല്ല നരേന്ദ്രമോദി ഇന്ന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിച്ചേക്കും എന്നതടക്കമുള്ള വിവരങ്ങളുണ്ട്. മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അന്തരിച്ച CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് ഇന്ന് യാത്രയയപ്പ് നൽകുകയാണ്. ഇന്നിപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഏടുകളിൽ ഒന്നായ AKG സെന്ററിലേക്കാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം പൊതുദർശനത്തിന് വേണ്ടി എത്തിക്കുക. ഇന്നലെ അദ്ദേഹത്തിന്റെ വസതിയിലും അതോടൊപ്പം തന്നെ JNUവിൽ അദ്ദേഹം പഠിച്ച ക്യാമ്പസിലും മൃതദേഹം എത്തിച്ചപ്പോൾ അവിടെ വളരെ വികാര നിർഭരമായ നിമിഷങ്ങളായിരുന്നു ഉണ്ടായത്. സീതാറാം യെച്ചൂരിക്ക് എത്രത്തോളം പ്രിയപ്പെട്ടവരായിരുന്നു അവിടെയുള്ള ആളുകൾ എന്ന് ആ സമയത്ത് അവിടെയുള്ള ആളുകളുടെ മുദ്രാവാക്യം വിളി കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അത്ര വൈകാരികമായ നിമിഷങ്ങൾക്കായിരുന്നു ഇന്നലെ സാക്ഷ്യം വഹിച്ചത്. ഇന്നും അതേ രംഗങ്ങൾ തന്നെയായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 5 പതിറ്റാണ്ടായി സീതാറാം യെച്ചൂരി CPMന്റെ AKG ഭവനുമായി ഏറ്റവും അടുത്ത് പ്രവർത്തിക്കുന്ന ആളാണ്. കഴിഞ്ഞ കുറേ നാളുകളെ, പ്രത്യേകിച്ച് കഴിഞ്ഞ 15 വർഷക്കാലമായി അദ്ദേഹം ഇത് ജനറൽ സെക്രട്ടറി എന്ന പദവിയിൽ ഉള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായും ഏറ്റവും അധികം AKG സെന്ററിൽ എത്തുകയും അവിടെ എല്ലാ ദിവസവും തന്നെ കഴിയുന്ന ദില്ലിയിലുണ്ടെങ്കിൽ എല്ലാ ദിവസവും അവിടെ എത്തുകയും അതിനോടൊപ്പം തന്നെ അവിടെ മറ്റു നിലപാടുകളൊക്കെ സ്വീകരിക്കുകയും ചെയ്താണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ നിലപാടുകളൊക്കെ സ്വീകരിച്ചിട്ടുള്ള സ്ഥലം കൂടിയാണ് AKG ഭവൻ എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ വളരെ വൈകാരികമായിരിക്കും ഇന്ന് അവിടുത്തെ യാത്രയയപ്പ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 11 മണിയോടെ അദ്ദേഹത്തിന്റെ മൃതദേഹം വസ്തുവിന്റെ വസതിയിൽ നിന്ന് AKG ഭവനിലേക്ക് എത്തിക്കും എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതിനുശേഷമാണ് അവിടെ പൊതുദർശനം നിശ്ചയിച്ചിരിക്കുന്നത്. സാമൂഹ്യ, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖർ എന്താണെങ്കിലും ഇന്ന് അദ്ദേഹത്തിന് അന്തിമോപചാരം അവിടെ അർപ്പിക്കും. അതോടൊപ്പം തന്നെ പാർട്ടി പ്രവർത്തകരുടെ ഒരു നീണ്ട നിര തന്നെ AKG ഭവനിലേക്ക് എത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ബന്ധുക്കൾക്കും ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്കും മാത്രമായാണ് ഇന്നലെ വസ്തുകുഞ്ചിലെ വസതിയിൽ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം സൂക്ഷിച്ചിരിക്കുന്നത്. ഇന്നലെയും ഇന്നുമൊക്കെ അവിടെ നിരവധി ആളുകൾ ഇപ്പോഴും വന്നു പോകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നിപ്പോൾ AKG ഭവനിലേക്കായിരിക്കും പാർട്ടി പ്രവർത്തകരുടെ ഒഴുക്കുണ്ടാവുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മുദ്രാവാക്യം വിളികളൊക്കെ അദ്ദേഹത്തെ ഇന്ന് അദ്ദേഹം അർഹിക്കുന്ന അതേ ആദരവോടെ യാത്ര അയക്കാൻ തന്നെയായിരിക്കും CPM ശ്രമിക്കുക എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. ഇന്ന് വൈകിട്ട് 3 മണി വരെയാണ് അവിടെ AKG ഭവനിൽ പൊതുദർശനം വെച്ചിരിക്കുന്നത്. 3 മണിക്ക് ശേഷം വിലാപയാത്ര 14 അശോക് റോഡ് വരെ എത്തും. അവിടെ നിന്ന് പിന്നീട് എയിംസിലേക്ക് ആംബുലൻസിൽ മൃതദേഹം കൊണ്ടുപോകും. പിന്നീട് എയിംസിലെ അനാട്ടമി വിഭാഗത്തിന് മൃതദേഹം കൈമാറും എന്നാണ് ഇപ്പോൾ നേതാക്കൾ വ്യക്തമാക്കുന്നത്. കേരളത്തിലടക്കം നേതാക്കൾ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള കേരളത്തിലെ നേതാക്കൾ ദില്ലിയിൽ തുടരുകയാണ്. അതോടൊപ്പം തന്നെ രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട CPM നേതാക്കൾ എല്ലാം ദില്ലിയിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ അവരുടെ പ്രധാനപ്പെട്ട സഖാവിന് ഒരു വലിയ യാത്രയയപ്പ് നൽകാൻ ദില്ലി ഒരുങ്ങിയിരിക്കുന്നു, AKG ഭവൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ദില്ലിയിൽ ഇന്നലെയൊക്കെ വലിയ മഴയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ആ മഴയൊക്കെ അതിജീവിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ മഴയൊക്കെ അവഗണിച്ചുകൊണ്ട് നിരവധി ആളുകളാണ് സീതാറാം യെച്ചൂരിക്ക് അദ്ദേഹത്തിന്റെ യാത്രയയപ്പ് നൽകാൻ അന്തിമോപചാരം അർപ്പിക്കാൻ ഇന്നലെ എത്തിയത് എന്താണ് JNU ക്യാമ്പസ് നമ്മൾ കണ്ട കാഴ്ച. JNUവിലെ വിദ്യാർത്ഥി യൂണിയന്റെ 3 വട്ടം അടുപ്പിച്ചുള്ള പ്രസിഡന്റായിരുന്നു സീതാറാം യെച്ചൂരി. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട പല തീരുമാനങ്ങളും എടുത്ത സ്ഥലം കൂടിയാണ് JNU ക്യാമ്പസ് എന്നതും പ്രധാനപ്പെട്ടതാണ്. അത്തരത്തിൽ അദ്ദേഹത്തിന് പ്രിയപ്പെട്ട അവിടെ പോലും വലിയ രീതിയിലുള്ള ഒരു യാത്രയയപ്പാണ് നൽകിയത്. അതിനേക്കാൾ മികച്ച യാത്രയയപ്പായിരിക്കും AKG ഭവനിൽ ഇന്നിപ്പോൾ സീതാറാം യെച്ചൂരിക്ക് നൽകാൻ പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് 11 മണിയോടെ അദ്ദേഹത്തിന്റെ മൃതദേഹം AKG ഭവനിൽ എത്തിക്കും.